CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് പരസ്യപ്രചരണത്തിന് ആവേശോജ്വലമായ സമാപനം. നാളെ നിശബ്ദ പ്രചരണം, വെള്ളിയാഴ്ച പോളിംഗ് ബൂത്തിലേക്ക്. എതിർപക്ഷത്തു നിന്ന് ഉയരുന്ന അപവാദ പ്രചരണങ്ങൾ ജനം തള്ളിക്കളയുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. തൃശൂരിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ വിജയം സുനിശ്ചിതമാണെന്നും മന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിൽ നടത്തിയ വിദ്വേഷ പരാമർശത്തിനെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ MP പരാതി നൽകി. നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം നഗ്നമായ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്നും അടിയന്തര നടപടി വേണമെന്നും ആവശ്യപ്പെട്ടാണ് പരാതി നൽകിയത്. LDYF മഹാവിളംബര ജാഥ സംഘടിപ്പിച്ചു. തൃശൂർ ലോക്സഭാ മണ്ഡലം ഇടതു സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ വിജയത്തിനായാണ് LDYF മഹാവിളംബര ജാഥ നടത്തിയത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് ഇനി കുളിരോടെ കണ്ണനെ കാണാം. നാലമ്പലത്തിൽ പൂർത്തീകരിക്കുന്ന ശീതീകരണ സംവിധാനത്തിന്റെ സമർപ്പണം ശനിയാഴ്ച നടക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഭണ്ഡാരം വരവായി 6,41,05,891 രൂപയും 3 കിലോ 610 ഗ്രാം 500 മില്ലിഗ്രാം സ്വർണവും 20 കിലോ 450 ഗ്രാം വെള്ളിയും ലഭിച്ചു. പഞ്ചാബ് നാഷണൽ ബാങ്ക് ഗുരുവായൂർ ശാഖയ്ക്കായിരുന്നു എണ്ണൽ ചുമതല. കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ 10 ദിവസം നീണ്ട ഉത്സവത്തിന് ആറാട്ടോടെ സമാപനമായി. വടക്കേക്കാട് സർവീസ് സഹകരണ ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിൽ. തൃശൂർ ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ജനറൽ ഉത്തരവ് പുറപ്പെടുവിച്ചു. ചിറമനേങ്ങാട് കുന്നമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 27 ആനകൾ അണിനിരന്നു. നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഉപ്പുങ്ങൽ പാലായ്ക്കൽ കടവ് റോഡ് നിർമ്മാണം ആരംഭിച്ചു. സാങ്കേതിക പ്രശ്നങ്ങളാൽ നിർമ്മാണം മുടങ്ങിക്കിടന്ന റോഡ് എസ്റ്റിമേറ്റിലെ തുകയിൽ മാറ്റം വരുത്തിയാണ് നിലവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. അകാലത്തിൽ മരണമടഞ്ഞ മകന്റെ ആഗ്രഹ പൂർത്തീകരണത്തിനായി ഫുട്ബോൾ മേള സംഘടിപ്പിച്ച പിതാവും കുടുംബവും. 15 വയസ്സുകാരനായ ദാനിയൽ ഹംസയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് പിതാവ് ഷിഫിനും മാതൃ സഹോദരങ്ങളും ചേർന്ന ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ഗുരുവായൂർ ബ്രഹ്മകുളത്ത് കാറിടിച്ച് സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. പാറാട്ട് വീട്ടിൽ ഹനീഫയ്ക്കാണ് പരിക്കേറ്റത്. SYS സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി മന്നലാംകുന്ന് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പതാക ഉയർത്തി. കേരള മുസ്ലിം ജമാഅത്ത് മന്നലാംകുന്ന് യൂണിറ്റ് പ്രസിഡന്റ് TM ഹുസൈൻ പതാക ഉയർത്തി. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.